ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി തുടർന്ന് കാണാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു അവക്കാഡോ സാൻഡ്വിച്ചാണ്. പല വെറൈറ്റി അവക്കാഡോ കിട്ടും. അപ്പോൾ ഇതിൽ ഹാസ് എന്ന് പറഞ്ഞ വെറൈറ്റി അവക്കാഡോ ആണിത്. അതൊരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള കുരു മാറ്റിയിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് നാരങ്ങ നീര് ചേർക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നാരങ്ങ നീര് ചേർക്കുമ്പോൾ അതിനൊരു ചെറിയ പുളിയുടെ ടേസ്റ്റും കിട്ടും. അതുപോലെ നമ്മൾ ഈ ആപ്പിളും ഉരുളക്കിഴങ്ങൊക്കെ കറുത്ത് പോകുന്ന പോലെ ഇതും കുറച്ച് നേരം പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു നിറവ്യത്യാസം വരും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി തക്കാളി, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇനി എള്ളിരിപ്പുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എള്ള് ചേർക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അരിഞ്ഞത് കുറച്ച് ചേർക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. അത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി എരിവിനനുസരിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഒന്നിനും തന്നെ പ്രത്യേകിച്ച് അളവില്ല. നമ്മളുടെ ഇഷ്ടവും ടേസ്റ്റും ഒക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്താൽ മതി. എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കാം. ഇനി വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. നല്ലതുപോലെ ചൂടായ ഒരു ഫ്രൈയിങ് പാനിലേക്ക് ബട്ടർ തേച്ച വശം താഴെ വരത്തക്ക രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ബ്രൗൺ ആയി കിട്ടും. നമുക്ക് അടുത്ത സൈഡും കൂടെ ബട്ടർ തേച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ആയിട്ടുള്ള വെജിറ്റബിൾസോ അവോക്കാഡോ ഒന്നും വെന്ത് പോകരുത്, കുക്കാകാതെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് തീ കൂട്ടി വെച്ച് ഫ്രൈ പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം ഇട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു മിക്സ് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് ബ്രെഡിൽ തേച്ച് ടോസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഇത് വെന്ത് പോകത്തില്ല. ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ അവോക്കാഡോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ അവോക്കാഡോ വളരെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ അത് വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.